stage. Your time starts now. എന്ന പേരിൽ ഒന്നിച്ചുകൂടിയ ദൈവജനമാണ്. പരിശുദ്ധ മിഖായേൽ മാലാഖയെ പോലെ ദൈവത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളാനും യേശു ക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിച്ച് സത്യത്തിലും സ്നേഹത്തിലും ജീവിക്കാനാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ധൈര്യമാറ്റം സൃഷ്ടിക്കുന്നു അഥവാ കറേജ് ക്രിയേറ്റ്സ് ചേഞ്ച് എന്ന മുദ്രാവാക്യമാണ് ഞങ്ങളുടെ യാത്രയുടെ അടിസ്ഥാനം. വിശ്വാസത്തിലും ധൈര്യത്തിലും ഉറച്ചു നിന്നാൽ സമൂഹത്തിലും ലോകത്തും നല്ല മാറ്റം ഉണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വചനവാക്യം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കാൻ തന്നെ ചെയ്യും. ഞങ്ങളേത് വിശ്വാസത്തിന്റെ കരുത്തോടെ സ്നേഹത്തിന്റെ പ്രകാശത്തോടെ ലോകത്തേക്ക് നല്ല മാറ്റം കൊണ്ടുവരാൻ ഒരുമിച്ച് നിൽക്കുന്നു. ഒരു ചെറിയ ഗ്രാമത്തിന്റെ അരികിൽ തകർന്നൊരു വീട്. അവിടെ ജീവിതഭാരവും മദ്യത്തിന്റെ വിഷമം കണ്ട് വഴികൊണ്ടിയൊരു പിതാവ്. എന്നാൽ വീടിന്റെ ചുവരുകളിൽ സ്നേഹവും വിശ്വാസവും വിതറി ഓരോ ദിവസവും
ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മാതാവ്. ആ അമ്മയുടെ ഒരേ ഒരു പ്രതീക്ഷ പഠനത്തിൽ ഉന്നത വിജയം വരിച്ച് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ശ്രമിക്കുന്ന ഒരു മകൻ. പക്ഷേ ജീവിതത്തിന്റെ വഴികളിൽ ചിലപ്പോൾ കാറ്റ് അനിയന്ത്രിതമായി വീശും, ചിലപ്പോൾ അത് ഒരു കൊടുങ്കാറ്റാണ്. ഓ പുസ്തകം തുറന്നു ഇരിക്കണോ നീ? അതായത് പണിക്കൂടെ കാശി കൊള്ളാ, അതാണ് നിനക്ക് നല്ലത്. അല്ലാണ്ട് വെറുതെ സാധനം തുറന്നു വെച്ചിരിക്കണം നീ. മോനെ, നീ പഠിച്ച് വലിയ ആളായി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. നീ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്. അമ്മേ, അമ്മ എവിടെയാ? ആ അമ്മേ, കോളേജിൽ എനിക്ക് ഫസ്റ്റ് റാങ്കാ. നീ പണ്ട് നമ്മുടെ കൂടെ. നീ എൻ്റെ മോനെ ഇവിടെ നിന്നാൽ അച്ഛൻ കാരണം പഠിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി എന്നെ കോളേജ് ഹോസ്റ്റലിൽ ചേർക്കാം. അമ്മേ, അതിനൊക്കെ പൈസ അതോർത്ത് നീ വിഷമിക്കണ്ട. അതമ്മ എങ്ങനെയും ശരിയാക്കോളാം. കൺഗ്രാറ്റ്സ്. നീ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണല്ലേ? അറിഞ്ഞു. ബട്ട് സൂക്ഷിച്ചോളാം, നിന്റെ റൂംമേറ്റ്സ് അത്ര നല്ലതല്ല. ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല. ആഹാ, പുതിയ ആൾ വന്നാ നീ വലിയ പഠിപ്പിച്ചാണെന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പഠിക്കും. ഇങ്ങനെ പഠിച്ചൊന്നുമില്ലേ? ശിവ, നമുക്കെന്താ ചെയ്യാ? കുട്ടിയുടെ ഏയ് ഇല്ല, ഇതൊന്നും എനിക്ക് ശീലില്ല. ഞാൻ പോവാ. എന്തത്? ഇതൊന്നും ശരിയല്ല കേട്ടാ. ആ എന്നാ നീ ഇത് പഠിച്ചോടാ. എന്നാ പോയേ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിനക്കെന്താ പറ്റിയേ? നിന്റെ കണ്ണൊക്കെ നിന്ന് നിൽക്കണ. നീ ശരിക്കും ഉറങ്ങിയില്ലേ? ഒന്നുമില്ല, ഞാൻ പോവാ.
പെട്ടെന്ന് തീരുമാനിച്ചതാ. എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. ആ നമ്മൾ കിടക്ക്, ഞാൻ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി വരാം. മോനെ എണീക്ക്, നിനക്ക് എന്താ പറ്റിയെ? എണീക്ക് മോനെ. അയ്യോ, ഇതെന്തൊക്കെയാ ഞാൻ ഈ കാണുന്നേ? എന്റെ മാധവനെ, ഞാൻ ഇനി എന്ത് ചെയ്യും? കുഞ്ഞെ, നിന്റെ അമ്മ നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കാൻ വിട്ടതെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു. ജീവിതത്തിൽ വഴിതെറ്റുന്ന നിമിഷങ്ങളുണ്ടാകും, പക്ഷേ ദൈവത്തിലേക്ക് മടങ്ങുന്ന വഴി എല്ലായ്പ്പോഴും തുറന്നിരിക്കും. ഇന്നലെ വരെ നിന്നെ പിടിച്ചിരുന്ന ബന്ധനങ്ങൾ ഇന്ന് അവന്റെ കൃപ കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കൽ വഴിതെറ്റിയ മനുഷ്യനായിരുന്നു. എൻ്റെ ജീവിതം ഇരുട്ടിൽ മുങ്ങിയിരുന്നു. ഇനി ഈ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അമ്മേ, സോറി അമ്മേ. എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ തെറ്റെല്ലാം മനസ്സിലായി. ഞാൻ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ പെണ്ണിനെ ഒരിക്കലും വേദനിപ്പിക്കില്ല. പോട്ടെ മോനെ, സാരമില്ല. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മയുടെ പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ്. നീയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ജീവിത വഴികളിൽ തെറ്റായ ചുവടുകൾ വെച്ചപ്പോഴാണ് അവൻ തളർന്നത്. സുഹൃത്തുക്കളുടെ വാക്കുകൾക്കും ലോകത്തിന്റെ മോഹങ്ങൾക്കും വഴങ്ങിപ്പോയി അവൻ തന്റെ സ്വപ്നങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്താൻ പോവുകയായിരുന്നു. എന്നാൽ അമ്മയുടെ കണ്ണുനീരിലും ദൈവത്തിന്റെ വചനത്തിലും അവൻ സത്യം കണ്ടു. ശരിയും തെറ്റും പുസ്തകങ്ങളിൽ മാത്രമല്ല,
ജീവിതത്തിൽ നടന്നു കാണിക്കേണ്ട വഴിയാണെന്ന് അവൻ മനസ്സിലാക്കി. കഷ്ടകാലങ്ങൾ നമ്മെ തകർക്കാനല്ല, നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ ദിവസം മുതൽ അവൻ ഒരേ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ദൈവം കാണിച്ചു കൊടുത്തത് ആ വഴി. മറിയത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃകയാണ്. അതിനാൽ ദൈവം അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അവൾ തന്റെ ജീവിതം മുഴുവനും ദൈവത്തെ അനുസരിച്ചും വിശ്വാസത്തെ ചേർത്ത് പിടിച്ചും ധന്യമാക്കി. അതിനാലാണ് ദൈവം അവളെ ഇങ്ങനെ മഹത്വപ്പെടുത്തിയത്. നമ്മളും നല്ല മനസ്സോടെ ജീവിച്ചാൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ എത്താൻ കഴിയും. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയത വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ ഹിന്ദുത്വ വർഗീയവാദികളുടെയും ആൾക്കൂട്ട വിചാരണയ്ക്കുള്ളിൽ 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഴിമതിയും കലഹങ്ങളുമില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നത്തെ മുന്നേ പിടിച്ചുകൊണ്ട് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്ന് സ്വാതന്ത്ര്യദിനമെന്ന പേരിൽ ഓണത്തേക്ക് നാം വിളിക്കുന്ന ഓഗസ്റ്റ് 15 ആഘോഷങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ് സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ഭാരതത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും. എന്നാൽ പെറ്റമ്മയേക്കാൾ ഉയർന്ന നാടിനെ മഹത്തരമായി കണ്ട് അനേകമായിരം വീര പോരാളികളുടെ ചുടുനത്തിൽ ചവിട്ടിയാണ് ഇന്ന് നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. ജീവിതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ദൈവത്തിന്റെ രക്ഷയിലേക്ക് ഉയർന്ന മാതാവിനെ പോലെ ഭാരതമെന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 78ാം വർഷം പിന്നിടുമ്പോഴും സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്ന സ്വപ്നം കാണുന്നവർക്ക് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഈ കൊച്ചു ജീവിതത്താൽ നമുക്ക് പരിശ്രമിക്കാം. സ്വാതന്ത്ര്യം എന്നത് കാവൽ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. സ്വന്തം വിശ്വാസത്തിനും ജീവിത രീതിയിലും ഭയമില്ലാതെ ജീവിക്കാൻ